കണ്ണൂർ മേലെച്ചൊവ്വ മേൽപ്പാലം നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നത് വൻ ഗതാഗത കുരുക്കിനിടയാക്കുന്നു. ആഴ്ചകളായി തുടരുന്ന കുരുക്കഴിക്കാൻ ഒരു നടപടിയും ഉണ്ടാകുന്നുമില്ല. മേലെച്ചൊവ്വയിലെ കുരുക്ക് കാൽടെക്സ് വരെ നീളാറുണ്ട്. എന്താ ചെയ്യണ്ടപ്പോ ഇങ്ങനെയാകുമ്പോ ആൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് പോവാനും കഴിയാണ്ടായി. ഇത് കാരണമാണ് 2-3 മണിക്കൂർ കണ്ണൂർ ടൗണിൽ വരെ ബ്ലോക്ക് വരുന്നത്. കണ്ണൂരിൽ ഈ മെല്ലെപ്പോക്കും സ്തംഭനവുമൊക്കെ തുടങ്ങിയിട്ട് കാലം ഏറെയായി. മേലെ ചൊവ്വയാണ് വില്ലൻ. ഇവിടെ മേൽപ്പാലം എന്ന മോഹന സ്വപ്നത്തിൽ നാട് ക്ഷമിക്കുകയാണ്. ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടു തുടങ്ങി. എപ്പോഴാണ് അത് പൊട്ടിത്തെറിക്കുക എന്നേ ഇനി അറിയാനുള്ളൂ. ഊരാളുങ്കലാണ് മേൽപ്പാലത്തിന്റെ കരാർ ഏറ്റെടുത്തത്. അവരെ കരാർ ഏൽപ്പിച്ചപ്പോൾ ഏവരും പ്രതീക്ഷിച്ചത് 1 വർഷം കൊണ്ട് മേലെ ചൊവ്വ മേൽപ്പാലം യാഥാർത്ഥ്യമാകുമെന്നായിരുന്നു. എന്നാൽ വർഷം 3 ആകാറായി. ഒച്ചിന്റെ വേഗതയിൽ ഊരാളുങ്കൽ എന്ന സ്ഥാപനത്തിന് തന്നെ നാണക്കേടായി മാറുകയാണ് ഇവിടുത്തെ പ്രവൃത്തി. പാലം നിങ്ങൾ ഏത് നൂറ്റാണ്ടിലെങ്കിലും പൂർത്തിയാക്കൂ. വേഗം പൂർത്തിയാകുമെന്ന ഒരു പ്രതീക്ഷയും നമുക്കില്ല. പക്ഷേ ഈ ബ്ലോക്കിൽ നാടിനെ ഇങ്ങനെ തളച്ചിടാനാണ് ഭാവമെങ്കിൽ അംഗീകരിക്കാൻ നാട്ടുകാർ ഒരുക്കവുമല്ല. എന്തുകൊണ്ട് ഈ കുരുക്ക് എന്ന് കണ്ടെത്താൻ ലക്ഷങ്ങൾ ചെലവഴിച്ചുള്ള പഠനവും വേണ്ട. 5 പൈസയില്ലാതെ ആ കാരണം ഞങ്ങൾ കാട്ടിത്തരാം. ഈ പാലം പണി നടക്കുന്ന ഭാഗത്ത് ഒന്ന് വന്നു നോക്കിയാൽ മാത്രം മതി കുരുക്കിന്റെ കാരണമറിയാൻ. എന്താ ചെയ്യണ്ടപ്പോ ഇങ്ങനെയാകുമ്പോ ആൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് പോവാനും കഴിയാണ്ടായില്ലേ. കുറെ കാലമായല്ലോ. 2 കൊല്ലായില്ല ഇങ്ങനെ കഴിക്കുന്നു ഏകദേശം. ഇത് ഇങ്ങനെയാകുമ്പോ ഇതിപ്പം ഒരു 2-3 കൊല്ലം കൊണ്ട് പണി തീരുവോ? ഇല്ല, പണിയൊന്നും ഉഷാറിൽ നടക്കുന്നില്ല. സാറ് ചെയ്യേണ്ടിക്കെ തന്നെ ഇതിപ്പോ ഇത് ഇവിടെ പോസ്റ്റെല്ലാം വരണ്ടേ, തൂണ് വരണ്ടേ, ഓവർബ്രിഡ്ജല്ലേ വരുന്നത്. റോഡിന്റെ നടുക്ക് പാലത്തിന്റെ തൂൺ സ്ഥാപിക്കാൻ ചില നുറുങ്ങു പണികൾ മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. അതിന്റെ ഒരറ്റത്തേക്കാണ് ബസ് സ്റ്റോപ്പ് മാറ്റിയിട്ടുള്ളത്. 2 ബസ്സുകൾ ഒരേ സമയം ഇവിടെ നിർത്തിയാൽ പിറകിൽ വാഹനങ്ങളുടെ നീണ്ട നിരയാകും. അതിനേക്കാൾ ഭീകരമാണ് സർവീസ് റോഡിന്റെ അവസ്ഥ. കുണ്ടും കുഴിയും നിറഞ്ഞ ആ സർവീസ് റോഡ് ഇഴഞ്ഞു കയറാൻ എടുക്കുന്ന സമയവും കുരുക്കിന്റെ പ്രധാന കാരണമാണ്. സർവീസ് റോഡ് തന്നെ ഇതിന് ബന്ധപ്പെട്ട ആളുകൾ ഇതിന് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം എന്ന് വെച്ചാൽ ഇത് വലിയ ബുദ്ധിമുട്ടല്ല ജനങ്ങൾക്ക്. ഇത് കാരണമാണ് 2-3 മണിക്കൂർ കണ്ണൂർ ടൗണിൽ വരെ ബ്ലോക്ക് വരുന്നത്. ഇത് കാരണമാണ്. ഇത് പെട്ടെന്ന് ശരി, ഇതൊന്ന് ടാർ ചെയ്തിട്ട് ചെറിയൊരു പണിയല്ലേ ഉള്ളൂ, വളരെ കുറഞ്ഞ സ്ഥലം. ഇതൊന്ന് ടാർ ചെയ്താൽ ഈ ബ്ലോക്ക് കണ്ണൂർ വരെയുള്ള ബ്ലോക്ക് ഒഴിവാക്കാൻ പറ്റും. മേൽപ്പാലത്തിന് കുറെ സമയം എടുക്കുമല്ലോ. ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതല്ലേ ഉള്ളൂ. ബന്ധപ്പെട്ടവർ എത്രയും പെട്ടെന്ന് ദയവായിട്ട് ചെയ്യണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഈ സർവീസ് റോഡെങ്കിലും ഒന്ന് ടാർ ചെയ്യാനുള്ള മഹാമനസ്കതയെങ്കിലും ഓടി നടന്ന് എല്ലാ കരാറുകളും സ്വന്തമാക്കുന്ന ഊരാളുങ്കൽ തയ്യാറാകണം. 2 വശത്തെയും സർവീസ് റോഡ് അല്പം വീതി കൂട്ടി ടാറിംഗ് നടത്തിക്കൊടുത്താൽ തന്നെ ആയിരക്കണക്കിന് ആളുകളെ ഇങ്ങനെ ഗതാഗത കുരുക്കിൽ തള്ളാതെ മുന്നോട്ടു പോകാനാകും. ഊരാളുങ്കലിന് അവരുടെ കൂറ്റൻ ലാഭത്തിന് ഇത് തടസ്സമാകുന്നതുകൊണ്ട് മുടന്തിയാലും അധികൃതർ വിടാൻ പാടില്ല. ബ്ലോക്ക് കാരണം സമയത്തിന് ഓടിയെത്താൻ കഴിയാത്തതിനാൽ ഭക്ഷണം പോലും കഴിക്കാൻ പറ്റുന്നില്ലെന്ന് ബസ് ഡ്രൈവർമാർ. ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് ടാർ ചെയ്താൽ തന്നെ പരമാവധി നമ്മളെ എല്ലാ ഭക്ഷണങ്ങളും പോകും. കാരണം ഇതാ ചെറിയ വാഹനങ്ങൾ പോകാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ ലേറ്റ് ആകും. കണ്ണൂർ MLA അഡ്വക്കേറ്റ് ടി.ഒ. മോഹനൻ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണം. ആര് നെറ്റിച്ചുളിച്ചാലും MLA ഇതിൽ നിന്നും പിന്മാറാനും പാടില്ല. സർവീസ് റോഡ് ടാർ ചെയ്ത് ഗതാഗത കുരുക്കഴിച്ചു മതി ഇവിടെ മറ്റെന്തും എന്ന് തീരുമാനിക്കാൻ PWDക്കും കഴിയണം. അത് ഈ നാടിന്റെ ഒന്നാകെയുള്ള അഭ്യർത്ഥനയുമാണ്. മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.